രാജസ്ഥാനും ഡൽഹിയുമാണെന്ന് നേർക്കുനേർ വന്നത്. കഴിഞ്ഞ 2 മാച്ചിന് രാജസ്ഥാൻ തോറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് അവർക്ക് വിജയം അനിവാര്യമായിരുന്നു. വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. സഞ്ജു റിട്ടയർഡ് ഹർട്ടായി പോയതാണ് ആരാധകർക്ക് വിഷമമുണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ ഡൽഹി മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഡൽഹിയായിരുന്നു. അവർക്ക് മോശപ്പെട്ട തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. സ്റ്റാർട്ടിംഗ് തന്നെ അവരുടെ ഓപ്പണറെ മടക്കാൻ രാജസ്ഥാന് സാധിച്ചു. പിന്നീട് വന്നത് കരുൺ നായരായിരുന്നു. കരുൺ നായരുടെ കഴിഞ്ഞ മത്സരം എല്ലാവരും കണ്ടതാണ്. പക്ഷേ ഇന്ന് താരത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. കരുൺ നായർ ഡെക്കിലാണ് പുറത്തായത്. പിന്നീട് രാഹുൽ കുറച്ചു നേരം പിടിച്ചിരുന്നുവെങ്കിലും രാഹുലും ഔട്ടായി മടങ്ങി. ശേഷം വന്ന ക്രിസ്റ്റ്യൻ സ്റ്റബ്സും അതുപോലെ അക്സർ പട്ടേലും കൂടി ഡൽഹി ടീമിനെ മുന്നോട്ട് നയിച്ചു. ഇതോടുകൂടി ഡൽഹിക്ക് നല്ല സ്കോറാണ് ഇന്ന് ലഭിച്ചത്. 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 188 റൺസാണ് ഡൽഹി ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് രാജസ്ഥാൻ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. രാജസ്ഥാന് വേണ്ടി ജയ്സ്വാളും സഞ്ജുവുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും ഓപ്പണിംഗിൽ അടിച്ചു കളിച്ചു. രണ്ടാളും ഫോമിൽ നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് സഞ്ജു റിട്ടയർഡ് ഹർട്ടായിട്ട് പോയത്. 31 റൺസ് സഞ്ജു എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ താരത്തിന് കളിക്കാൻ സാധിച്ചില്ല. ശേഷം വന്ന റിയാൻ പരാഗ് പെട്ടെന്ന് ഔട്ടായപ്പോൾ രാജസ്ഥാൻ ശരിക്കും ഒന്ന് അടിപതറി. പിന്നീട് ടീമിനെ രക്ഷിച്ചത് നിതീഷ് റാണയായിരുന്നു. റാണ വന്നതും മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. റാണയും ജയ്സ്വാളും കൂടി രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. ജയ്സ്വാൾ ഇന്ന് 50 അടിച്ച ശേഷമാണ് ഔട്ടായത്. ഡൽഹി ടീം രാജസ്ഥാനെ ഒതുക്കാൻ പല തന്ത്രങ്ങളും ഇന്ന് പയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റാണ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. സഞ്ജു ഇന്ന് റിട്ടയർഡ് ഹർട്ട് ആയില്ലെങ്കിൽ മികച്ച കളി കാഴ്ചവെച്ചേനെ. സഞ്ജു ഫോമിൽ നിൽക്കുമ്പോഴാണ് സഞ്ജുവിന് പണിയായത്. രാജസ്ഥാൻ ഇന്ന് ബൗളിംഗിൽ മികച്ച കളിയായിരുന്നു കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് ഡൽഹി ടീമിനെ ഇത്രയും അധികം റൺസിൽ ഒതുക്കാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ അവർ 200 കടന്നേനെ. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.